ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹിമ കോളേജിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ആൾക്കാർ ചോദിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ മഹിമ എന്തൊക്കെയോ തർക്കുത്തരം പറയുന്നുണ്ട്. മഹിമൻ്റെ ഒപ്പം അബിയുണ്ട് കേട്ടോ. എന്നിട്ട് അബിനെ പിടിച്ചിട്ട് തല്ലാണ്. എന്തൊക്കെയോ അബിയും പറഞ്ഞു. അത് എന്തിനാണ് നമ്മുടെ മഹിമൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ആൾക്കാരിൽ നിന്ന് കുറേ തല്ലൊക്കെ വാങ്ങിക്കിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മഹിമ അബിയോട് സോറി ഒക്കെ പറയണ്ട, നീ ഇതിൽ ഇടപെട്ടില്ലേ സോറി എന്നൊക്കെ പറയണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, അത് പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണമെന്നോ ഞാൻ പറയുന്നില്ല, എനിക്ക് ഇപ്പോൾ അതിന് താല്പര്യമേ ഇല്ല, ഞാൻ നിങ്ങളായിട്ട് ഒരു കൂട്ടും ഉണ്ടാവില്ല പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനുകൊണ്ട് നമ്മുടെ ഗിരി സഞ്ജയൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയണേ, ഞാൻ ഈ പരാതിയിൽ നിന്ന് ഈ പരാതി ഞാൻ പിൻവലിക്കില്ല, കാരണം ഞാൻ ചെയ്ത ഒരു ത്യാഗം നീ മറന്നിട്ടാണ് എന്നെ നീ ദ്രോഹിക്കാൻ നോക്കിയത്, എന്നെ കൊല്ലാൻ നോക്കിയത്, അതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ പോണത് മുകുന്ദൻ്റെ അടുത്തേക്കാണ്. മുകുന്ദനാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഗിരി മുകുന്ദനോട് പറയും, എടാ എനിക്ക് ഗോപാൽജിനെക്കാട്ടി വലുത് നീയാണ്, നീ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളൂ, ഞാൻ സഞ്ജയിൻ്റെ പരാതി ഞാൻ പിൻവലിച്ചിട്ടില്ല, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കൊണ്ട് പറയണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മുകുന്ദൻ കുറച്ച് സന്തോഷമൊക്കെ ആവണം, കുറച്ച് നേരം നല്ലോണം സന്തോഷമാവണം. അങ്ങനെ കുറച്ച് ഇമോഷണൽ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ സ്വപ്ന സഞ്ജയനെ കാണാൻ വേണ്ടി പോകണം. അവിടെ പോയിട്ട് പറയും, ഗിരിയേട്ടൻ ഇപ്പോൾ നല്ലത് ചെയ്തു പറഞ്ഞാൽ ഞാൻ ഗിരിയേട്ടൻ്റെ കൂടെ നിൽക്കില്ല, ഞാൻ സഞ്ജയേട്ടൻ്റെ ഒപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്നിട്ട് പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ സഞ്ജയ് പറയും, വണ്ടിക്ക് അറിയുന്നത് ഞാൻ അവളെ പൊട്ടിയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, നമുക്ക് അറിയില്ലല്ലോ എന്നിട്ട് പറയണം. പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് സ്വപ്നയും ഗിരിയും കൂടി സംസാരിക്കുകയാണ്. ഗിരി പറയും, മോളെ നിന്നെയും സഞ്ജയനെയും കൂടി ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞു പിന്നെ നിനക്ക് കല്യാണമൊന്നും വരില്ല മോളെ, നീ എന്താ ഇങ്ങനെ വേണ്ടി പറയണേ. ഗിരിയേട്ടൻ ഒന്നുകൂടി പേടിക്കണ്ട, ഗിരിയേട്ടൻ എൻ്റെ കല്യാണം നടത്തണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം പറഞ്ഞിട്ട് വെല്ലുവിളിക്കണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗിരിക്കും ഷോക്കാവണം, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.